നമസ്കാരം. പിണറായി പോലീസിനാ ബോച്ചയല്ല, ഏത് പോച്ചയാണെങ്കിലും ശരി, വായിക്കിടക്കുന്ന നാവും കയ്യിലിരിപ്പ് ശരിയില്ലെങ്കിൽ തൂക്കിയെടുത്ത് അകത്തിടും. ഇനി അത് ഏത് ഉന്നതനാണെങ്കിലും ശരി, അത് PC ജോർജ് ആയിരുന്നാലും PV അൻവർ ആയിരുന്നാലും ശരി, അല്ലെങ്കിൽ ലീഗിന്റെ കമറുന്നീച്ചയോ അല്ലെങ്കിൽ നടൻ ദിലീപോ സിദ്ദിഖോ ആരും ആയിക്കോട്ടെ, തോന്നിവാസം കാട്ടിയാൽ ഉണ്ട തിന്നേണ്ട അവസ്ഥ വരുമെന്ന് പലകുറി പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ മാപ്രകൾ ഇക്കാര്യത്തിൽ ഒരു കാര്യം പ്രത്യേകം വീണ്ടും ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും പിണറായി പോലീസ് എന്ന് പറഞ്ഞു കളയല്ലേ. ആ സന്ദർഭങ്ങളിലെല്ലാം പോലീസ് ഒരു സ്വതന്ത്ര ഏജൻസിയാണ്. കഴിവുറ്റ കുറെ ഏറെ പേരുണ്ട്. അതിൽ ആരെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കണമെങ്കിൽ മാത്രം നമുക്ക് നേരെ ആഭ്യന്തരമന്ത്രിയുടെ പേര് പൊക്കിക്കൊണ്ടുവന്നിട്ട് അതിന്റെ പേരിൽ വാർത്ത ആഘോഷിക്കാം. എന്തായാലും ഒരു മുഖ്യമന്ത്രിയുടെ കഴിവും അദ്ദേഹം ഭരിക്കുന്ന ആ വകുപ്പ് എങ്ങനെയാണ് ഒരു വിഷയത്തിൽ ഇടപെടുന്നു എന്നതിനെ സംബന്ധിച്ച് ഈ ഒരൊറ്റ വാക്ക് കേട്ടാൽ മതി. പരാതിക്കാർ പറയുന്ന ആ വാക്കുകളിൽ സകലതുമുണ്ട്. നമുക്കൊപ്പം ഹണി റോസ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഹണി റോസ്, വെൽ ഡൺ. ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു ബോബി. റിലീഫാണ് മനസ്സിന് തോന്നുന്നത്. കാരണം നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഭരണകൂടമുണ്ട്, അല്ലെങ്കിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് തെളിയിച്ച ഒരു നിമിഷമാണ്. എനിക്ക് അത്രയും സന്തോഷം നൽകുന്നത്. കാരണം എന്റെ മുഖ്യമന്ത്രിയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ അടുത്തും സംസാരിക്കാൻ ഒരു അവസരം ഞാൻ ചോദിച്ചിരുന്നു. അത് എനിക്ക് ലഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തോട് എന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം കൃത്യമായി വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നിരുന്നു. അതേപോലെ തന്നെ DGP സാറിന്റെ അടുത്തും മറ്റ് പോലീസ് ഓഫീഷ്യൽസിന്റെ അടുത്തൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. അവിടെ നിന്നൊക്കെ എനിക്ക് അത്രയും വലിയൊരു പിന്തുണ, കാരണം അങ്ങനെ ഒരു വിഷയമാണ് ഞാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായി ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് കേൾക്കുമ്പോൾ അത്രയും എനിക്ക് ഒരിക്കലും സമാധാനമാണ്. സന്തോഷത്തിനപ്പുറം എനിക്കൊരു സമാധാനമാണ്. പൈസയും സ്വാധീനവും ഉള്ളവന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന മാപ്രകൾ ആ അറുവഷളത്തരം ഒരു സ്ത്രീയെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുമ്പോൾ ഒരുത്തന്റെ നാവ് പൊന്തിയില്ലല്ലോ ആ വഷളത്തരത്തെ ചോദ്യം ചെയ്യാൻ. ഇതൊന്നും ഒരു വാർത്താ സമ്മേളനത്തിൽ ഇരുന്ന് പറയാൻ കഴിയില്ല. ഇത്തരം വാചകങ്ങൾ പറയരുതെന്ന് വിലക്കാൻ പോലും കഴിയാത്ത അടിമ കൂട്ടങ്ങളാണ് മാധ്യമങ്ങളെന്ന് ആ വാർത്താ സമ്മേളനം തെളിയിക്കുന്നുണ്ട്. അതിനെതിരെയാണ് ഇപ്പോ നടി ഹണി റോസ് കൊടുത്ത പരാതിയിൽ സഡനായിട്ടും ഇനി ഏത് പോച്ചയായിരുന്നാലും ശരി ഇവിടെ കിടന്ന് അനാവശ്യമായിട്ടും നിയമവിരുദ്ധമായിട്ടും സ്ത്രീകളുടെ തോളിൽ അനാവശ്യമായി കയറാൻ പോയി കഴിഞ്ഞാൽ ഊപ്പാട് വരുമേ എന്നതിന്റെ തെളിവാണ്. ചിന്തിക്കാനുള്ള സമയം കൊടുത്തിട്ടില്ല. പണവും പത്രാസും ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്തുമാകാമെന്ന് ചില മാധ്യമങ്ങൾ ചിലർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്, അവരെ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ, അതിനെതിരെ പരാതി വന്നാൽ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്ന് പിന്നെയും ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുടെ സ്വഭാവവും നിലപാടും ഇതാണെന്ന് പലകുറി ഈ സമൂഹത്തിന്റെ മുന്നിൽ തെളിയിക്കപ്പെട്ടതാണ്. അതിനാണ് നേരത്തെ കുറേയേറെ പേരുകൾ പറഞ്ഞത്. അതിൽ PV അൻവറിന്റെ അറസ്റ്റ് ഈ അടുത്ത ദിവസം ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തപ്പോൾ ഉണ്ടായപ്പോ അയ്യോ ആ അറസ്റ്റ് പാടില്ല കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളുടെ മാധ്യമങ്ങൾക്ക് മാസാമാസം ലക്ഷക്കണക്കിന് രൂപ പരസ്യ വരുമാനം തരുന്ന വ്യക്തിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇത്ര പെട്ടെന്ന് ചെയ്യാൻ പാടുണ്ടോ, ആ സ്ത്രീക്ക് വിശ്വാസ്യതയുണ്ടോ? ഇതൊക്കെയാണ് മറുസൈഡിലെ മോങ്ങൽ. ഇതൊന്നും നിയമത്തിന്റെ മുന്നിൽ നിൽക്കുന്ന കേസല്ല. മാധ്യമങ്ങൾ പറയുന്നിടത്തുമല്ല ഒരു സർക്കാർ പ്രവർത്തിക്കുന്നത്. മുഖം നോക്കാതെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാൽ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. അതുകൊണ്ടാണ് ഹണി റോസിന് ഇവിടത്തെ പോലീസ് സംവിധാനത്തെക്കുറിച്ചും സർക്കാരിനെ കുറിച്ചും മുഖ്യമന്ത്രിയെ കുറിച്ചൊക്കെ ഈ പോസിറ്റീവ് അഭിപ്രായം ഉണ്ടായത്. കാര്യങ്ങൾ ഇപ്പോൾ ബോധ്യപ്പെടുന്നുണ്ടല്ലോ. PV അൻവറിനെ എടുത്ത് പൊക്കിക്കൊണ്ടുവന്നിട്ട് അയ്യോ ഇരവാദം പറയുന്നവർ, ദിലീപിനെ ഉയർത്തിക്കാട്ടി ഇരവാദം പറയാതെ മറ്റെന്തെങ്കിലുമൊക്കെ പറയുന്നവർ, അതായത് ഓരോ കാര്യത്തിലും ഓരോ നിലപാടാണല്ലോ. അങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ പല നിലപാട് ഇവിടുത്തെ മാധ്യമങ്ങളും അവർക്കൊത്ത് തുള്ളുന്ന കുറേയേറെ രാഷ്ട്രീയക്കാർ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഈ ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിക്ക് ഒരൊറ്റ നിലപാടേ ഉള്ളൂ. നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ ആർക്കെതിരെ ആയിരുന്നാലും ശക്തമായ നടപടി ഉണ്ടാകും. അതിനി ഏത് പോച്ചയാണെങ്കിലും ശരി, ഇതുപോലെ കിടന്ന് ഉണ്ട തിന്നാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും. അവർ നേരിട്ട് കണ്ട് പരാതി കൊടുത്തതിന് ശേഷം മണിക്കൂറുകൾക്കകത്താണ് സംസ്ഥാനത്തെ ഒരു പ്രമുഖ ബ്രാൻഡിനെ തൂക്കിയെടുത്ത് അകത്തിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആറ് വഷളത്തരം കാണിച്ചത്? അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഇയാളുടെ കുടുംബത്തിൽ ഇരിക്കുന്ന ഏതെങ്കിലും സ്ത്രീകളെ കുറിച്ച് ഇതുപോലെ ഒരു വാർത്താ സമ്മേളനത്തിൽ ഏതെങ്കിലും ഒരു പുരുഷൻ പറഞ്ഞാൽ ഇദ്ദേഹം ഇളിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. കാര്യം സംസ്കാരം അതാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും അത്തരം വഷളത്തരങ്ങൾ ആസ്വദിക്കുന്ന കുറേയേറെ ഞരമ്പന്മാർ ഇദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതേ ഞരമ്പുകൾ വീണ്ടും ആവർത്തിച്ച് പറയുകയും പച്ച അശ്ലീലത സ്ത്രീകളാണ് ചോദിക്കുന്നെങ്കിൽ പോലും വിളിച്ചു കൂവാൻ മടിയില്ലാത്ത ഈ വ്യക്തിക്ക് കുറെ ഫാൻ ഫോളോവേഴ്സ് ഉണ്ടായിരിക്കുന്നു. ആ ഫാൻ ഫോളോവേഴ്സിനെ കുറിച്ച് ആലോചിച്ചാലും അവരുടെ മനോനില എന്താണെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അത്തരം ഞരമ്പ് ടീംസ് എന്തെങ്കിലും തോന്നിവാസം നടത്തിയിട്ട് അതിനെതിരെ പരാതി ഉയർന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്വാധീനം കൊണ്ടോ പണം കൊണ്ടോ രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതരുത്.
ഊപ്പാട് വന്നു പോകുമെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ്. ആ ആഭ്യന്തര വകുപ്പിന്റെ നടപടിയെ പോലീസിലേക്ക് ചുരുക്കിക്കൊണ്ടും ആഭ്യന്തര വകുപ്പിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ വീഴ്ച മന്ത്രിയുടെ തലയിലേക്ക് ചാരുന്ന ആ വൈദഗ്ധ്യമുണ്ടല്ലോ, ഈ സന്ദർഭത്തിൽ നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക. ഒരിടത്തും പിണറായി പോലീസ് എന്ന് പറയാത്ത ആ കരുതലുണ്ടല്ലോ, ആ കരുതലിനാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഈ നാട്ടിൽ പക്ഷപാതിത്വമുണ്ട്. ആ പക്ഷപാതിത്വം എന്ന് പറഞ്ഞാൽ വീഴ്ചകൾ ഒരാളുടെ തലയിൽ വെക്കുകയും അതിൽ നേട്ടങ്ങളെല്ലാം അത് ആ സേനയിലുള്ളവർക്ക് കൊടുത്തുകൊണ്ട് അവർ അതെങ്ങനെയാണ് സമൂഹത്തിന്റെ കണ്ണിൽ നിന്ന് മറയ്ക്കാൻ പറ്റുന്നതെന്ന് ഈ ഉദാഹരണം തുറന്നു കാട്ടുന്നുണ്ട്. സംസ്ഥാനത്തെ പോലീസ് സേന എങ്ങനെയാണ് ഓരോ വിഷയത്തിലും ഇടപെടുന്നു എന്നതിന്റെ വളരെ ശക്തമായിട്ടുള്ളതും ആധുനിക കാലഘട്ടത്തിൽ പോലീസ് സേനയിൽ ഉണ്ടായ മാറ്റം എന്താണെന്നും ഹണി റോസിന്റെ ആ വാക്കുകൾ വളരെ കൃത്യമായി വരച്ചിടുന്നുണ്ട്.